ഹായ് 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 ശ്രീ പോർക്കലി ഭഗവതിക്ക് മുന്നിൽ വാൾവലി. യുദ്ധദേവത അല്ലെങ്കിൽ രണദേവത സങ്കല്പമൂർത്തിയാണ് ഈ ദേവി. അഷ്ടദശാകരങ്ങളിൽ ആയുധങ്ങളോടെ വേതാളപ്പുറത്തേറി ദാരികൻ കോട്ടയിലേക്ക് പാഞ്ഞടുക്കുകയും അസുരപ്പടയെ തകർത്തെറിഞ്ഞ് ദാരുകാസുരൻ്റെ കുരൽ അറുത്ത മഹാകാളി തന്നെയാണ് ശ്രീ പോർക്കലി ഭഗവതി. പോരിന് കലിപൂണ്ടെത്തിയ ദേവതയത്രേ പോർക്കലി എന്ന പോർക്കാളി. കോട്ടയം സ്വരൂപത്തിനും കരിപ്പത്ത് പൊതുവാൾമാർക്കും ധർമ്മദൈവമാണ് ശ്രീ പോർക്കലി ഭഗവതി. പടയ്ക്കു പോകുന്നതിനു മുൻപായി ഈ ദേവിയെ പൂജിക്കുന്ന പതിവും ഉണ്ടായിരുന്നു മുൻപ്. കോട്ടയം രാജാക്കന്മാരുടെ കുലപരദേവതയാണ് ശ്രീ പോർക്കലി. കോട്ടയം രാജാക്കന്മാരുടെ കുലദൈവ ക്ഷേത്രമായ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിന് ഏകദേശം 2000 വർഷം പഴക്കം പറയപ്പെടുന്നു. എങ്കിലും അത് തെളിയിക്കാനുള്ള രേഖകൾ എവിടെയുമില്ല. ആദ്യകാലത്ത് കോട്ടയം രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന പുരളിമല മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരറ്റത്താണ്. തന്മൂലം പുരളീശ്വരന്മാർ എന്നും അവർ അറിയപ്പെട്ടു പോന്നു. 13-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട മലയാളത്തിലെ ആദ്യ ചമ്പുകാവ്യമായ ഉണ്ണിയച്ചി ചരിതത്തിൽ ഇവരെക്കുറിച്ച് പരാമർശമുണ്ട്. കോട്ടയം രാജാക്കന്മാർ എവിടെയൊക്കെ യുദ്ധത്തിന് പോകുമ്പോഴും ഇവിടെ വന്ന് ഗുരുതി പൂജ നടത്തിയേ യുദ്ധത്തിന് പോകുമായിരുന്നുള്ളൂ. ഇന്ന് ഈ ഗുഹാക്ഷേത്രമില്ല. അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അത് പുനർനിർമ്മിക്കാനുള്ള പരിപാടികൾ തുടർന്നു വരുന്നുണ്ട്. ഇതിനടുത്തു തന്നെ പാർത്ഥസാരഥി ഭാവത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊണ്ടിരുന്ന മറ്റൊരു ക്ഷേത്രവും ഉണ്ടായിരുന്നു. ഇതും കോട്ടയം രാജാക്കന്മാരുടെ ആരാധനാ കേന്ദ്രമായിരുന്നു. 2023 ഇത് പുതുക്കിപ്പണിത് പുനർപ്രതിഷ്ഠ നടത്തുകയുണ്ടായി. ഗുഹാക്ഷേത്രത്തിൽ നിന്ന് അല്പം കൂടി നടന്നാൽ കോട്ടയം രാജാക്കന്മാരുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്ന പിണ്ടാരി കളരിയിലെത്താം. കോട്ടയം രാജവംശം പിന്നീട് തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നിങ്ങനെ 3ആയി പിരിഞ്ഞു. തെക്കേ ശാഖ കോട്ടയത്ത് തന്നെ താമസമാക്കിയപ്പോൾ കിഴക്കേ ശാഖ മുഴക്കുന്നിൽ ക്ഷേത്രത്തിനടുത്തും പടിഞ്ഞാറേ ശാഖ പഴശ്ശിയിലും താമസമാക്കി. ഇവയിൽ പടിഞ്ഞാറേ ശാഖയിലെ അംഗങ്ങളായിരുന്നു വിദ്യാൻ തമ്പുരാനും പഴശ്ശിരാജയും. കുടുംബം 3ആയി പിരിഞ്ഞപ്പോഴും 3 ശാഖകളും ക്ഷേത്രകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ചു പോന്നു. മൂവരും ഏകയോഗക്ഷമതയോടെ തന്നെ കാര്യങ്ങൾ നടത്തിപ്പോന്നു. തങ്ങളുടെ കോവിലകങ്ങളിലും അവർ ഭഗവതിയെ കുടിയിരുത്തി പൂജിച്ചു വന്നു. കൂടാതെ നിരവധിയായ തറവാടുകളിലും ക്ഷേത്രങ്ങളിലും ആരാധ്യമൂർത്തിയാണ് ശ്രീ പോർക്കലി. തളിപ്പറമ്പത്ത് അപ്പനെ തൊഴാൻ പോയ കരിപ്പത്ത് മൂത്ത കാരണവരുടെ ഓലക്കുട ആധാരമായി തറവാട്ടിലേക്ക് പോർക്കലി ഭഗവതി എഴുന്നള്ളി എന്നാണ് പുരാവൃത്തം. പ്രശ്നചിന്ത നടത്തി ദേവിയുടെ ആഗമനം തിരിച്ചറിഞ്ഞ് കരിപ്പത്ത് കളരിക്കകത്ത് ആരൂഢം നൽകി ദേവിയെ കുടിയിരുത്തി. കാപ്പാട്ട് കഴകത്തിലെ പ്രധാന കോയായ്മയുടെ ധർമ്മദൈവം എന്ന നിലയിൽ കാപ്പാട്ടും ദേവി സ്ഥാനമുറപ്പിച്ചു. ശ്രീ പോർക്കലി ഭഗവതി എല്ലാവർക്കും സർവ്വ ഐശ്വര്യം നൽകട്ടെ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോണേ.